പത്രപ്രവർത്തകർ ABCD അറിയോ? മടക്കി വെച്ചിട്ട് പൊക്കോണം. എൻ്റെ ഈ ഗുണ്ടകളില്ല, അല്ലെ കയറി തല്ലു കൊടുക്കും. എനിക്ക് ഗുണ്ടയൊന്നുമില്ല, ഇന്നേ വരെ എനിക്ക് ആവശ്യമില്ല. എന്താ തൊണ്ടപെട്ടുവാൻ എരുമയെപ്പോലെ അമർന്ന ഒരു വാർത്ത പറയുന്ന ഒരാളുണ്ടല്ലോ, ഗർഭം കലക്കുന്ന ഒരാൾ. അവിടെ ശബ്ദം കേട്ട ഗർഭം കലങ്ങിപ്പോകും. എൻ്റെ ഈ ഗുണ്ടകളില്ല, അല്ലെ കയറി തല്ലു കൊടുക്കും. എനിക്ക് ഗുണ്ടയൊന്നുമില്ല, ഇന്നേ വരെ എനിക്ക് ആവശ്യമില്ല. ഏഷ്യാനെറ്റ് വരുന്നു, സാറ് ഇറങ്ങിപ്പോയി. റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ഇറങ്ങിപ്പോയി. ഈ 2 ചാനലാണ് ഈ വൃത്തിയോട് കാണിച്ചത്. ഏഷ്യാനെറ്റ് ചാനലിൽ മര്യാദക്കാരനായ ഒരു സ്ഥലം അയാൾ ഇവിടുന്ന് പോയി 2 ദിവസം മുമ്പ്. അയാളത് ചെയ്യില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആയിട്ടുള്ള നികേഷ് കുമാർ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. എം രാഘവൻ എൻ്റെ വീട്ടിൽ വന്ന് എടുത്തിട്ടുണ്ട് തൂക്കുളത്ത്. പക്ഷേ ആലപ്പുഴയിലെ ഇവർക്കാർക്കും ഒന്നും അറിയില്ല. ഞാൻ ഞാൻ ഇറങ്ങിപ്പോയി. ഇതാണ്. പിന്നെ എങ്ങനെ ഇറങ്ങിയല്ലേ പോകാൻ പറ്റുള്ളൂ? പറന്നു പോകാൻ പറ്റുമോ? എന്താ നിങ്ങളത് പ്രയോഗിച്ചപ്പോൾ തെറ്റായിട്ടല്ലേ പ്രയോഗിച്ചത്? നിങ്ങൾക്ക് ഭാഷ അറിയുമോ? സംസ്കാരമുണ്ടോ? രാഷ്ട്രീയമുണ്ടോ? പത്രപ്രവർത്തകർ ABCD അറിയോ? മടക്കി വെച്ചിട്ട് പൊക്കോണം. എൻ്റെ ഈ ഗുണ്ടകളില്ല, അല്ലെ കയറി തല്ലു കൊടുക്കും. എനിക്ക് ഗുണ്ടയൊന്നുമില്ല, ഇന്നേ വരെ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഗുണ്ടകളെ വിട്ട് ആരും തല്ലിക്കാറില്ല. ഗുണ്ടകൾ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അവരെ ഇവർക്ക് പേടിയാണ്. ഇവർക്ക് പത്രപ്രവർത്തനം അറിയില്ല. ജേർണലിസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമായി യൂണിവേഴ്സിറ്റിയിൽ. അവിടെ പഠിച്ചവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല, അവർ പഠിച്ചിട്ടില്ല. നല്ല റോഡ് നിർമ്മിക്കാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ട് അഴിമതി നടത്തി കുണ്ടും കുഴിയും ഉണ്ടാക്കുന്ന എഞ്ചിനീയർമാരെ പോലെ സത്യം പറയണമെന്ന് പഠിച്ചിട്ട് കള്ളം പറയുന്ന പത്രപ്രവർത്തകർ, നിങ്ങൾ ഈ പണി വിട്ടിട്ട് വേറെ പണിക്ക് പോവുക. നിങ്ങൾക്കവിടെ കൊള്ളൂല്ല ഇതിന്. നിങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ്, റിയൽ എസ്റ്റേറ്റിലും റബ്ബർ എസ്റ്റേറ്റിലുമാണ് നിങ്ങളുടെ കണ്ണ്. നിങ്ങൾ പൊളിറ്റിക്കൽ ക്രിമിനൽസിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു. നിങ്ങളവരെ പ്രോത്സാഹിപ്പിക്കുന്നു. രാഷ്ട്രീയത്തെ ഭീകര പ്രസ്ഥാനമാക്കി മാറ്റുന്നു. സത്യവും നീതിയും കാണിക്കുന്നവരെ നിങ്ങൾ കല്ലെറിയിക്കുന്നു. അതാണ് ഇന്ന് നടക്കുന്നത്. ആലപ്പുഴ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. കേരളത്തിൽ എനിക്കറിയില്ല. വികസനമില്ലെന്ന് വെറുതെ കള്ളത്തരം എഴുതി വെക്കും. ഇവിടെ വികസനം കാണിച്ചാൽ എഴുതത്തില്ല അവർ. അവർക്ക് അതിലൊന്നും താല്പര്യം. ചുമ്മാതാണിത്. ഇല്ല എന്ന് എഴുതാൻ വേണ്ടി പേന എടുക്കുക, ഉണ്ടെന്ന് എഴുതത്തില്ല. അത് ക്രിയേറ്റീവ് ജേർണലിസം അല്ല, ഡിസ്ട്രക്റ്റീവ് ആൻഡ് ഹെല്ലിഷ് ജേർണലിസമാണ്. ഇറ്റ് ഈസ് നോട്ട് ജേർണലിസം. ഇറ്റ് ഈസ് നത്തിങ് ടു ബി കാൾഡ് ജേർണലിസം. ഇറ്റ് ഈസ് ഫാർ എവേ ഫ്രം ജേർണലിസം. തിരുത്തണം. നിങ്ങളുടെ എഴുത്തുകാരനൊന്നും അല്ല ഈ പത്രം വായിക്കുന്നത്. ഞങ്ങൾക്ക് പത്രം വായിച്ചാൽ പറ്റൂ. എന്തെല്ലാം ആധുനികമുണ്ടെന്ന് പറഞ്ഞാലും പത്രത്തിന് പകരം പറ്റുമോ? ക്ഷേതമില്ലാത്തതാണ് അക്ഷരങ്ങൾ. അതിന് പകരം നിങ്ങളുടെ ഈ കമ്പ്യൂട്ടർ കൊണ്ട് വല്ല കാര്യം. കമ്പ്യൂട്ടർ പോയാൽ എല്ലാം അങ്ങ് പോയില്ലേ? പുസ്തകത്തിലാകും, പുസ്തകം അവിടെ കാണും. നശിച്ചാൽ എല്ലാം അങ്ങ് പോയില്ല, വൈറസ് കയറി. പക്ഷെ അത് കയറാതെ നോക്കിയാൽ പോരെ പുസ്തകങ്ങൾ. ഞാൻ 18 പത്രം വായിച്ച കാലമാണ്. ഇന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് 5 പത്രമേ വരുന്നുള്ളൂ. അതിനകത്തൊക്കെ ഞാൻ പറയാത്ത കള്ളത്തരം എഴുതി പിടിപ്പിക്കുന്നത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക രാവിലെ. പറഞ്ഞാൽ തിരുത്തുന്നവരുണ്ട്, തിരുത്താനും പറ്റാത്തവരുമുണ്ട്. തിരുത്താൻ വയ്യ, അത്ര വലിയ ആൾക്കാരില്ല, തിരുത്തത്തില്ല അല്ലേ? ആ പത്രമെല്ലാം വായിക്കുന്നുണ്ട്. 18 പത്രം വായിച്ച കാലം ഉണ്ടായിരുന്നു. ഇപ്പം 5 പത്രം സ്ഥിരമായി വായിക്കുന്നുള്ളൂ. പാർട്ടി ഓഫീസിൽ പോകുമ്പോൾ കുറച്ച് കൂടുതൽ വായിക്കും. രാവിലെ എഴുന്നേറ്റ് പ്രഭാതകത്തിൽ കഴിഞ്ഞാൽ പത്രം വായിച്ചാൽ പറ്റും, അല്ലാതെ ഒന്നും പറ്റത്തില്ല. പത്രം ദിവസം ഇല്ലെങ്കിൽ അന്ന് വിഷമമാണ്. ഈ വിമർശനം എല്ലാം പറയുമ്പോഴും ആ പത്രത്തിൻ്റെ അന്തസ്സും മാഹാത്മ്യവും മനസ്സിലാക്കിയിരിക്കണം. പത്രത്താളുകളിൽ എഴയുന്ന പുഴുക്കളല്ല അക്ഷരങ്ങൾ, തിളങ്ങുന്ന വജ്ര നക്ഷത്രങ്ങളാണെന്ന് ഓർത്തോണം. പേനയിലെ മഷി ഒരു കറുത്ത സാധനമല്ല. സുവർണമായിട്ടുള്ള അക്ഷരങ്ങൾ എഴുതി അച്ചടിക്കാൻ കൊടുക്കുന്ന മഹത്തായ കാര്യമാണ്. എങ്ങനെയാണ് ഈ മാധ്യമങ്ങളെയൊക്കെ മുമ്പുള്ളവർ വളർത്തിയത്? ജീവൻ കൊടുത്തല്ലേ വളർത്തിയത് പത്രസ്വാതന്ത്ര്യത്തെ. ബ്രിട്ടീഷുകാരുടെ, സർ CP-യുടെ ജയിലിൽ കിടന്നില്ലേ? ഇപ്പോൾ വല്ല കിടക്കണ്ടല്ലോ ഇപ്പോൾ ഒരു പത്രക്കാരനും. വല്ല വേണ്ടാതിനും എഴുതി രാജ്യത്തിനെതിരായിട്ട് അങ്ങനെ എഴുതിയാൽ മാത്രം കിടന്നാൽ മതി, അല്ല ആരും കിടക്കത്തില്ല. അതുകൊണ്ട് ആലോചിച്ചോളൂ. കേട്ടല്ലോ, വളരെ മോശമാണ് ആലപ്പുഴ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഫോർത്ത് എസ്റ്റേറ്റ് ഇല്ല. അതുകൊണ്ട് പറയാത്തത് പറഞ്ഞു. ഞാൻ മോഡിയെ ശക്തനെന്ന ഭരണാധികാരി എന്ന് വിളിച്ചു. മോഡി ഗീതം സ്തുതിച്ചു. ഇതാണ് 24-ൻ്റെ എന്താ തൊണ്ടപെട്ടുവാൻ എരുമയെപ്പോലെ അമർന്ന ഒരു വാർത്ത പറയുന്ന ഒരാളുണ്ടല്ലോ, ഗർഭം കലക്കുന്ന ഒരാൾ. അവിടെ ശബ്ദം കേട്ട ഗർഭം കലങ്ങിപ്പോകും. അവിടെ വിചാരം വലിയ കാര്യമാണെന്നാണ്. ഇത് പിണറായി ഗവൺമെന്റിനെതിരാണ്, ഇത് പാർട്ടിക്കെതിരാണ്. പുള്ളി അങ്ങ് പറയുകയാണ്. എന്താ ഞാൻ പറഞ്ഞത്? മോഡി ശക്തനായ ഭരണാധികാരിയാണ്, വലതുപക്ഷ ഭരണാധികാരി. പിന്നെ ദുർബലനായ എഴയുന്നത് ഭരണാധികാരി. എൻ്റെ മുഖത്ത് കാർക്കിച്ചു വെക്കും ആളുകൾ. ശക്തനായ ഭരണാധികാരി അല്ലേ? നല്ല ഭരണാധികാരിയാണെന്ന് ഞാൻ പറഞ്ഞല്ല. ഈ അർത്ഥവർക്ക് അറിയില്ല. നല്ലതും ശക്തി. ഹിറ്റ്ലർ ശക്തനായിരുന്നില്ലേ? സർ CP ശക്തനായിരുന്നില്ലേ? മണ്ടന്മാരായിരുന്നോ? ശക്തി എന്ന് പറയുന്നത് എന്താണ്?
ശക്തി മാത്രം പോരാ, സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞു. അടുത്ത തവണ ആ ശക്തിയെ വിദ്യ കൊണ്ട് നൈർമല്യമുള്ളതാക്കി, വെണ്ണ പോലെ ആക്കിയില്ലേ പ്രയോജനമില്ല. പത്രക്കാരാ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ശക്തനായ ഭരണാധികാരി അല്ലേ? അതിനർത്ഥം അയാളെ മോദി ഗീതമാണോ? അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ, വലതുപക്ഷ ഭരണാധികാരി, ജനാധിപത്യത്തിലെ ഏകാധിപതി എന്ന ഇന്റർവ്യൂലുള്ളതാണ്. 400 സീറ്റിലേറെ കിട്ടുമെന്ന് അയാൾ പറഞ്ഞ അഹങ്കാരം കൊണ്ട്, അഹങ്കാരിയാണ് അയാൾ. അതുകൊണ്ടാണ് അയാളുടെ സീറ്റ് കുറഞ്ഞത്. ഇപ്പം 3-2 ഇല്ല, കേവലവും ഇല്ല. ഇത് ഭരണഘടനയെ ഒന്നും തിരുത്താൻ പറ്റത്തില്ല. ആശാന് തൊടാനൊക്കെ 5 വർഷത്തേക്ക്, 5 വർഷം കഴിഞ്ഞാൽ ഇത് കിട്ടാൻ പോണില്ല. അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാജ്യരക്ഷ 9 പിൽഗ്രിംസിനെ വെടിവെച്ചത്. എല്ലാ ദിവസവും നമ്മൾ ആളെ വെടിവെച്ചു കൊല്ലുക, എന്നിട്ട് പാകിസ്ഥാനെതിരെ ഉമ്മാടുന്ന് സംസാരിക്കുക. ഒരു കാര്യമില്ല. ഇത്രയും രാജ്യരക്ഷ പാളി ഒരു കാലം ഉണ്ടായിട്ടില്ല. രാജ്യരക്ഷാ മന്ത്രിയുടെ കുഴപ്പമൊന്നുമില്ല, നല്ലയാളാണ്. നിർമ്മല സീതാരാമൻ നല്ലയാളാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മോഡി മന്ത്രിമാരെ നല്ലയാളല്ലേ അവര് നല്ലപോലെ സംസാരിക്കുന്ന മാന്യമായ ഒരു സ്ത്രീയല്ല. അവിടെ ആശയത്തെ പറ്റിയല്ല പറഞ്ഞത്. അപ്പൊ പ്രധാനമന്ത്രി ഞാൻ പട്ടി നായ എന്നൊക്കെ വിളിക്കണം. എന്തോ ഈ പറയുന്നത്? പത്രക്കാർക്കൊന്നും അറിയില്ല. എന്തിനാ മോഡി ഗീതമെന്ന് പറഞ്ഞത്? 24 ഉച്ചയായപ്പോൾ വിളിച്ചു പറയാം, ഞങ്ങളുടെ അതങ്ങ് മാറ്റം സാറേ, അതതിനകത്തില്ല. നമ്മൾ പല്ല് അടിച്ച ആളിൽ താഴെ ഇടും, അതുകൊണ്ടല്ലേ മാറ്റിയെന്ന് ചോദിച്ചു. ശ്രീകണ്ഠൻ നായർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തത്. ശ്രീകണ്ഠൻ നായരെ വിളിച്ചപ്പോൾ അയാൾ മാറ്റിയില്ല. അപ്പൊ ശ്രീകണ്ഠൻ നായരുടെ മൃദുല ഭർത്താവിന്റെ കാര്യമുണ്ട്. ഇവരെല്ലാം കാശിന് വേണ്ടി നടക്കാണ്. പാർട്ടിയുടെ രാഷ്ട്രീയവും അതിന്റെ തിയറിയും അതിന്റെ ഓർഗനൈസേഷനും മനസ്സിലാക്കി സംസാരിക്കുന്ന അവസാനത്തെ ആളെ ഇല്ലാതാക്കിയാൽ പാർട്ടി ഇല്ലാതാവും. അതിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ശ്രമിക്കുന്നത് അതിനാണ്, പാർട്ടിയെ സഹായിക്കാനാണെന്ന് പൊളിറ്റിക്കൽ ക്രിമിനൽസ് വിചാരിക്കുക. അല്ല, ഇതാണ് ഇവിടെ നടക്കുന്നത്. ജസ്റ്റിസ് മനസ്സിലാക്കണം, വളരെ അപകടകരമായ സ്ഥിതിയാണ്. തങ്ങളുടെ കയ്യിരിക്കുന്ന ഒരു ബോഫേഴ്സ് തോക്കാന്നാണ് ചില പെൺകുട്ടികളുടെ വിചാരം. ഇതുകൊണ്ട് ഇനി വന്നേക്കുകയാണ്. സാർ ഇറങ്ങിപ്പോയോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. 10-22 വയസ്സുള്ള പെൺകുട്ടി. മൂന്ന് പറയാൻ പറ്റുമോ? സാർ ഇറങ്ങിപ്പോയോ? അവിടെ പോയി ചോദിച്ചോളൂ. അവസാനം ശരണ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ന്യൂസ് എയ്റ്റിൽ. അവർ ശരിക്കും വാർത്ത കൊടുക്കും. അവരെ അധിക്ഷേപിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ കുറെ രാഷ്ട്രീയക്കാരും കുറെ ആൾക്കാരൂടി. ആ കുട്ടി കറക്റ്റായിട്ട് കൊടുത്തപ്പോൾ ഇവരെല്ലാം തിരുത്തി തുടങ്ങി. ഏഷ്യാനെറ്റ് എഴുതി ഇറങ്ങിപ്പോയത് മാറ്റി, ദേഷ്യപ്പെട്ടു പോയി, അത് മാറ്റി, പിണങ്ങിപ്പോയി, പിന്നെ പോയി പ്രതിഷേധിച്ചു പോയി. അവസാനം ശരണ്യ കൊടുത്തതുപോലെ തന്നെ നേതാക്കന്മാർ സമയത്ത് വരാഞ്ഞതുകൊണ്ട് കാത്തിരുന്നിട്ട് പോയി. ഇത് ആദ്യം കൊടുക്കണ്ടേ? ഇപ്പം കണ്ട വാർത്തയാണ്. ഇത് ആവർത്തിക്കരുത്. ആവർത്തിക്കാറൊന്നുമില്ല. ഇതുപോലെ കിട്ടുന്ന സദസ്സ് ഞങ്ങളങ്ങ് പറയും. നിങ്ങൾക്ക് ജനങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ സംസാരിക്കും. ഒരുപാട് സംസാരിക്കാത്തത് പിന്നെ പത്രക്കാർ നമ്മുടെ സുഹൃത്തുക്കളല്ലേ, അവരെ നമുക്ക് ആവശ്യമില്ല, സമൂഹത്തിന് ആവശ്യമില്ല. ശരിക്കും അത് റിയൽ ഫോറസ്റ്റ് സയന്റിസ്റ്റ് ആണല്ലോ. അത് നിങ്ങൾ വിചാരിക്കണം. ഇത്രയും വിമർശനം ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ്.